തലയൊക്കെ പോത്തില്ല, നാടായതുകൊണ്ട് വെളിയിലോട്ട് തലയിടാനും പറ്റത്തില്ല. അതുകൊണ്ട് അവനെ തലയൊക്കെ എടുത്തിട്ട് അപ്പൊ താണ്ടി ഇപ്പൊ ഉറക്കം വന്ന് തൂങ്ങി തൂങ്ങി ഉറങ്ങുവാ. ഇപ്പൊ ഉണർന്നു. ഇത് നമ്മുടെ ഒന്നാംകുറ്റി ഏരിയയാണ്. പൊക്കോണ്ടിരുന്ന വഴിക്ക് ഞങ്ങളൊരു കടൽ കണ്ടു. അപ്പോൾ കിങ്ങിണിക്ക് ഉടനെ ഇപ്പോൾ കടലിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് അവളങ്ങ് ഭയങ്കര നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് സ്നോവിയും കൊണ്ട് അങ്ങ് ഇറങ്ങി കളിക്കാൻ. അധിക നേരം ഞങ്ങൾ അവിടെ കടൽ തീരത്ത് നിൽക്കാൻ പറ്റിയില്ല, കാരണം ബാക്കി പട്ടികളൊക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു പട്ടികൾ. അപ്പോൾ അതൊക്കെ സ്നോവിയെ കടിക്കുമെന്ന് മേടിച്ച് പിന്നെ ഞങ്ങളങ്ങ് പോയായിരുന്നു, അവിടെ നിന്ന് അങ്ങ് പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നീട് നൈറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഹോട്ടൽ എടുത്തു. എന്നിട്ട് നാളെ രാവിലെ ഇറങ്ങും. ഗൈസ്, നമ്മളിപ്പോൾ വടകരയിലാണുള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വടകരയ്ക്ക് ശേഷമുള്ള ഹൈവേ ആണിത്, കണ്ണൂരോട്ട് പോകാനുള്ള റൂട്ടിലെ ഹൈവേ ആണ്. പിന്നെ റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു കടലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, ടൈം ഒത്തിരി ലേറ്റ് ആവായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ടൈം ഇപ്പോൾ ഈവനിങ് 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കർണാടക എത്തി. ഇപ്പോൾ ടൈം 9 o'clock ആയി. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ പോവാണ്. ഇപ്പോഴും നമ്മൾ കർണാടകയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഗോവയിലാണുള്ളത്. വഴികളൊക്കെ നമ്മുടെ കേരള പോലെ തന്നെയാണ്, അതുപോലെ തന്നെ ആ പച്ചിപ്പും ഭംഗിയൊക്കെയാണുള്ളത് ഇവിടെയും. നമ്മുടെ ഗോവ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ ഗോവ ബീച്ചിലോട്ട് പോകാൻ.
അങ്ങനെ ഞങ്ങൾ ഗോവ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഗോവ ബീച്ചിലാണ് നിൽക്കുന്നത്. നമ്മുടെ വലിയൊരു ടീമായിരുന്നു ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് കുളിച്ച് നനഞ്ഞ മുടിയൊക്കെ മൊത്തത്തിൽ നനഞ്ഞറിഞ്ഞിരിക്കുകയാണ്. നല്ല തിരുമാലയൊക്കെ ഉണ്ട്. ഭയങ്കര തിരയടിയാണ്. പിടിച്ചു നിന്നില്ല. ഇവിടെ ഞങ്ങളുടെ ഡ്രീമായിരുന്നു വരുന്നത്. സ്നോവിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം സ്നോവിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറേ വണ്ടിയൊക്കെ വന്നിട്ട് ഓടിക്കാനൊക്കെ ഇപ്പൊ ഞങ്ങൾ സ്നോവിയുടെ അടുത്ത് തിരിച്ചു പോകാനാണ്. ഇവിടെ പിന്നെ ഷോപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. വുഡ് കാർവ്ഡ് ഐറ്റംസ്, അങ്ങനെ വുഡിൻ്റെതായിട്ടുള്ള പല ടൈപ്പിലുള്ളത്, ക്ലോക്കുകൾ, പിന്നെ വീട്ടിലൊക്കെ ഇല്ലേ നെയിമൊക്കെ വെച്ചിട്ട് ബോർഡ് പോലെ വെക്കില്ലേ അതുപോലുള്ളത്, പിന്നെ ഓർണമെൻറ്റ്സ് വെക്കാനുള്ള ബോക്സ്, ഗ്ലാസ്സസ്, ഇതെല്ലാം വുഡിൻ്റേത് മെയ്ഡഡ് ആയിട്ടുള്ളതുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങാൻ കയറിയായിരുന്നു. തിൽവടി എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടുത്തെ സ്വീറ്റ്സ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഗോവ ബീച്ച് ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണിത്. വെട്ടുകല്ല് കൊണ്ടാണ് ഇത് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനിയിപ്പം മുംബൈയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ മഹാരാഷ്ട്രയിലാണിപ്പോൾ ഉള്ളത്. ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ഓർത്ത് അംബോലി വാട്ടർഫാളിൽ പോയില്ലല്ലോ എന്ന്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ട് വേറെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ റൂട്ട് ഡെസ്റ്റിനേഷൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഇട്ടേക്കുന്നത്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ റൂട്ട് ഇട്ടുകൊണ്ട് അംബോലി വാട്ടർഫാളിൻ്റെ അങ്ങ് ബാക്കിലായിരുന്നു. ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ചെക്ക് ചെയ്തത്. നാളെ മോർണിംഗ് ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തും. നല്ലോണം ടയേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമൊക്കെ നല്ലതായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, വാഷ്റൂം എല്ലാം നല്ലതായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് പോകുന്നത്. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.